ഹായ്, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ഇടാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇന്ന് പോകാൻ ഓർത്ത് റെഡിയായി ഇരുന്നപ്പോഴാണ് ഭയങ്കര മഴ. ഇന്നലെ ഒന്നും ഒട്ടും മഴയില്ലായിരുന്നു. അപ്പം തന്നെ അത് ക്യാൻസലാക്കി. കുറച്ച് കഴിഞ്ഞ് മഴയും കുറഞ്ഞു. അപ്പോഴുണ്ടടാ എല്ലാവർക്കും ട്രിപ്പ് പോകാമെന്നായി. പിന്നെ എല്ലാവരും പെട്ടെന്ന് ഒരുങ്ങി ഫുഡൊക്കെ എടുത്തതേ ഞങ്ങൾ ഒരു ഓട്ടോയും വിളിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ് കയറി തൊടുപുഴ എത്തി. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കണ്ടേ പ്രിയദർശിനി കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് യാത്ര തുടങ്ങി. അങ്ങനെ തൊടുപുഴയിൽ നിന്ന് ഒരു 1:30 ആയപ്പോഴത്തേക്കും ബസ് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ആശ്വസിച്ചിരുന്നതാണ്. പിന്നെ കുറച്ചങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ തൂളാൻ തുടങ്ങി. അത്ര വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ ഉണ്ട് മഴ പെയ്യുന്നു. അപ്പോൾ എല്ലാവരും വിൻഡോ സീറ്റൊക്കെ അടച്ചു തുടങ്ങി. ഞങ്ങൾ അടയ്ക്കണോ വേണ്ടയോ എന്ന് ഡൗട്ടിലിരിക്കുക. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടച്ച് അവസാനം നമുക്ക് കുറച്ച് വീഡിയോ കിട്ടിയത് ഇതാണ്. നമുക്ക് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ബസ്സിലിരുന്ന് ആകെ എടുക്കാൻ പറ്റിയത് ഈ ഒരു കുന്നാണ്. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വാഗമണ്ണെത്തി. അവിടെ നിന്നൊരു ചെറിയ ചായയും കടിയും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ടിറങ്ങി. മുട്ടക്കുന്ന് പോകാനായിരുന്നു നമ്മൾ പ്ലാൻ ഇട്ടിരുന്നത്. അങ്ങനെ അവിടെയുള്ളൊരു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പറ്റിയൊരു അബദ്ധം മനസ്സിലായത്. ഞങ്ങൾ വന്ന ബസ്സിന് തന്നെ ഞങ്ങൾക്ക് മുട്ടക്കുന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അതറിയാതെ ഞങ്ങൾ വാഗമണ്ണ് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഏലപ്പാറ ബസ് കയറി നമ്മൾ മുട്ടക്കുന്ന് ഇറങ്ങണം. അതിനുവേണ്ടി ബസ് ഏകദേശം ഒരു 4 മണിയാകുമ്പോഴത്തേക്കേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ മഞ്ഞും പട്ടികളെയും മരങ്ങളെയും എല്ലാം ആസ്വദിച്ചങ്ങ് നിൽക്കുക. ഇടയ്ക്ക് ചെറിയ കുറ്റമൊക്കെ പറയുന്നുണ്ട് ആൾക്കാരുടെ. എന്ത് ചെയ്യാനാ, സമയം പോകണ്ടേ. അങ്ങനെ നമ്മുടെ ബസ് വന്ന് നമ്മൾ ബസ്സിലൊക്കെ കയറി മുട്ടക്കുന്നിലേക്ക് ടിക്കറ്റ് എടുത്തു. കുഞ്ഞാവയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ബസ്സിൽ പോകുന്നത്. അങ്ങനെ അവൾ അതൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ കുറച്ച് നേരവും കൂടി ബസ്സിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മുട്ടക്കുന്നെത്തി. അവിടെ ആട്ടോ ഞങ്ങൾ ബസ് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ബസ് ഇറങ്ങി ഒരു 300 മീറ്റർ കൂടി നടക്കണം മുട്ടക്കുന്നിലേക്ക്. ഇവിടെ പ്രത്യേകിച്ച് ഓട്ടയൊന്നും കണ്ടില്ല. പിന്നെ നടക്കാനുള്ള ദൂരമല്ലേന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് നടന്നു. നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോഴത്തേക്കാണ് കുഞ്ഞേച്ചി പറയുന്നത് കുഞ്ഞേച്ചിക്കൊരു വീഡിയോ വേണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും എനിക്കൊരു വീഡിയോ എടുക്കാൻ നോക്കി. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് ഒത്തില്ല. എന്തെങ്കിലും ആവട്ടെ, കുഞ്ഞേച്ചിക്ക് അങ്ങ് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞേച്ചിക്ക് വീഡിയോ എടുക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തി ഇടയ്ക്കേക്ക് കയറി വീഡിയോ എടുക്കാൻ. അവർക്ക് ഞാനെടുത്തു. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ മുമ്പിൽ കയറി നിന്ന് 2 കറക്കമൊക്കെ കറങ്ങി. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ നമ്മൾ മുട്ടക്കുന്നിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഒരാൾക്ക് 25 രൂപയാണ് പാസ്. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഒരു കാര്യം മറന്നു പോയത്. പിള്ളേർക്ക് തൊപ്പി വാങ്ങാൻ. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് തൊപ്പി വാങ്ങി ഞാനും കുഞ്ഞേച്ചിയും തിരിച്ച് കയറിയപ്പോഴത്തേക്കും അവർ മുട്ടക്കുന്നിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവരങ്ങ് കയറിയില്ലേ, നമുക്ക് 2 വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞേച്ചി കുറച്ച് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് നടന്നു. ഹലോ, അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. എന്തിനാ വന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഭയങ്കര മഴ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 3:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേറ്റായിരുന്നു. 3:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇനി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ചായയും കുടിച്ച് പഴംപൊരി കഴിച്ചു. ഇനിയിപ്പം ഇവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് പോവാം. എപ്പോൾ വീട്ടിലെത്തുമെന്ന് അറിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവരെ കണ്ടുപിടിച്ച് ദേ നിൽക്കുന്നവർ എല്ലാവരും ആദ്യം വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ താഴെ നിന്ന് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വെച്ച് കൊടുക്കുവാണേ. തണുപ്പുണ്ടോ? കൊതി മാറിയോ? ഭാവിക്കൊക്കെ തണുക്കുവാണ്. സായിക്കുട്ടനൊരു തൊപ്പി ഇടിപ്പിക്കുന്നു. നല്ല തണുപ്പും നല്ല കാറ്റും കൊണ്ടായിരുന്നു. പിള്ളേരൊക്കെ തൊപ്പിയൊക്കെ വെച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സായിക്കുട്ടനാണെങ്കിൽ തൊപ്പി വെക്കുന്നതിൽ അത്ര വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. തൊപ്പി വെക്കുന്നതും ടർക്കി പൊതിയുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞാവ നേരെ തിരിച്ചാൽ ഒന്നും തലയിൽ വെക്കത്തില്ല. എല്ലാം ഊരിപ്പറിച്ച് കളയും. പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല ഇതിപ്പോൾ തലയിൽ വെച്ചേക്കുന്ന അറിഞ്ഞാൽ അപ്പം ഊരിക്കളയും. ഞാൻ ഈ വലിയ ബാഗൊക്കെ തൂക്കി വരുന്നത് പിള്ളേരുടെ സാധനങ്ങളാട്ടോ. 2 പിള്ളേരുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ബാഗൊക്കെ വേണമെന്നേ. പിന്നെ അമ്മുവിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു. അമ്മു അറിഞ്ഞില്ല ഈ വീഡിയോ എടുത്തത്. പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ട് പോവായിരുന്നു. അങ്ങനെ കുഞ്ഞേച്ചിക്ക് പിന്നെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമായിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൊതിച്ചോറ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്.
നിന്റെ പ്രവീൺ പ്രണവോ? നമ്മൾ ചോറുണ്ണുകയാണ് ഗൈസ്. നമ്മൾ ഉച്ചക്ക് എടുത്ത് ചോറ് വൈകിട്ടാണ് ഗൈസ് ഉണ്ടെന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു. ഒരു ക്യാരറ്റ് തോരനും പിന്നെ മീൻ വറുത്ത് പിന്നെ മുട്ടയും അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ചോറിൻ്റെ കറി. ക്യാരറ്റ് തോരനും മീനും അച്ചാറും ഇവിടെ ഉണ്ട്. അച്ചാറും മാങ്ങാച്ചാർ. അതെ, ഞങ്ങൾ വൈകിട്ടാണ് ഗൈസ് ചോറിനുന്നത്. ഇപ്പൊ സമയം ഒരു 5 മണി. ഞങ്ങൾ ഇതുവരെ ഇട്ട് ഇവിടെ ഞങ്ങൾ ഇനി എപ്പോൾ വീട്ടിലെത്തുമെന്ന് അറിയില്ല ഗൈസ്. കുഞ്ഞേച്ചി അവിടെ ഇരുന്നത് കൊച്ചിന് ചോറ് കൊടുക്കുന്നു, ഞാനിവിടെ നിന്ന് കഴിക്കുന്നു. പിന്നെ അധിക നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാഗമണ്ണിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നില്ല തൊടുപുഴയ്ക്ക്. അതുകൊണ്ട് നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ടീക്കോയ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ബസ്സിൽ കയറി ഈരാറ്റുപേട്ട എത്തി. ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു മോട്ടോർ ബസ്സായിരുന്നു നോക്കിയിരുന്നത്. അത് വരാൻ കുറച്ചുകൂടി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പാലാ ബസ്സിന് കയറി അവിടെ നിന്ന് നമുക്ക് തൊടുപുഴയ്ക്ക് ബസ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ പാലാ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നമ്മൾ തൊടുപുഴയ്ക്കുള്ള ബസ് നോക്കിക്കൊണ്ട് നിന്നു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു അവിടെ. അപ്പോൾ ഞങ്ങൾ തൊടുപുഴ എത്തിയിരിക്കുകയാണ്. നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു രാത്രി. അങ്ങനെ നമ്മൾ തൊടുപുഴയായി. 9:30 മോട്ടോർ ബസ്സുള്ളതാണ്. ഞങ്ങൾ 10 മണിയാവാറായപ്പോഴത്തേക്കും ആനിക്കേട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോയൊന്നുമില്ല. വന്നു കഴിഞ്ഞപ്പോൾ നടന്ന് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ടി വരും. അത് ആ ഒരൊറ്റ വിഷമമേ ഉള്ളൂ. അതെ, ഇതൊന്നും കൊള്ളക്കാരും നോക്കുമ്പോൾ. അപ്പം ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കേട്ടോ.